ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു റൂട്ടർ UPS ആണ്. നമ്മളൊരു നിങ്ങൾ നെറ്റ്ലിങ്കിന്റെ മോഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ BSNL നെറ്റ്ലിങ്കിന്റെ മോഡം, അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ബ്രാൻഡ് അല്ലാത്ത മോഡൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അതും 1000 രൂപയുടെ താഴെ വരുന്ന ഒരു റൂട്ടർ UPS ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. മിനി UPS 12 വാട്ട് 3 ആംപിയറിന്റെ IQmatic എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു റൂട്ടർ UPS ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് ആക്ച്വലി ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ ആക്ച്വലി പേഴ്സണലി ഉപയോഗിക്കുന്നത് നമ്മുടെ ആർട്ടിസ്റ്റിന്റെ 8800 mAh വരുന്ന ഒരു പവർ ബാങ്കിന്റെ. ഇതിന്റെ ലേറ്റസ്റ്റ് വീഡിയോ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടെ. അത് അത്യാവശ്യം ബ്രാൻഡഡ് സാധനമാണ്. ഇത് അത്യാവശ്യം ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ്. മീഡിയം സപ്പോർട്ടും അങ്ങനെയുള്ളത് വരുന്ന സാധനമാണ്. ഇതിന്റെ MRP 2700 നമുക്കിതിൽ എന്താ പറയുക 12 വാട്ട് 3 ആംപിയർ വരെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യട്ടാം. പിന്നെ നമുക്കിതിൻ്റെ മാക്സിമം സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. 1 year വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ചെറുത് അത്ര ഉള്ളൂ സാധനം കണ്ടോ. ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ മോഡത്തിൻ്റെ സൈസിന് ഉണ്ടായിരിക്കും. അതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ലോങ് ബാറ്ററി ബാക്കപ്പ് അപ് ടു 4 hour ആണ്. വാൾ മൗണ്ടബിൾ ആണ്, അതായത് നമുക്ക് ഇതിൽ എന്താ പറയുക ഇതുണ്ട്. പിന്നെ ഇൻ്റലിജൻറ്റ് ചാർജിങ്, ക്വിക്ക് സെറ്റപ്പ് ആണ്, ഡിസൈൻ ഫോർ 24 bar യൂസ്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ റൂട്ടർ UPS നമ്മൾ ഓഫ് ചെയ്യണമെന്നൊക്കെ, ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ. ഇത് ഫുൾ ടൈം കുത്തി വയ്ക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. UPS ആണല്ലോ, ഫുൾ ടൈം കുത്തി വയ്ക്കേണ്ട ചാർജാണ്. എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ വന്നേക്കുന്ന ഒരു സാധനമാണ് ഇത്. നമുക്ക് 0 lag എല്ലാത്തിലും ഒരേ പരസ്യം കൊടുത്തേക്കുന്നത്. ഇൻ്റലിജൻറ്റ് ചാർജിങ്, പിന്നെന്താ ഇത് 990 രൂപയ്ക്കാണ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പോൾ സാധനം ഇതാണ്. ഇത് നോർമൽ നമ്മുടെ ഒരു കുട്ടി സാധനം, ഒരു ചെറിയ സോപ്പ് പൊടിയുടെ അത്ര ഉള്ളൂ. IQmaticന്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ ഇതിന്മേൽ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് 12 വാട്ട് 3 ആംപിയർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ടബിൾ ആയിട്ടുള്ള നമുക്ക് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കേബിള്, പവർ ഇന്ന്, പവർ ഔട്ട്പുട്ട്, നമുക്ക് പവർ ഇന്ന് വരുന്ന കേബിൾ കൊടുത്തിട്ടുണ്ട്. പവർ ഔട്ട്പുട്ടിന് നമ്മൾ ഇൻബിൽഡായിട്ട് നമ്മുടെ മോഡത്തിൽ വരുന്ന സാധനം ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ആകെ ഒരു LED ഇൻഡിക്കേറ്റർ മാത്രമുള്ളതാണ് ഓൺ ആകുമ്പോൾ. ഇത് ബ്ലൂ കളർ ആകുമ്പോൾ നമുക്കിത് ഫുള്ളി ചാർജറാണെന്നാണ്. അപ്പോൾ ഞാനിത് വേണമെങ്കിൽ ഇത് ഞാനിത് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നമ്മുടെ നെറ്റ്ലിങ്ക് മോഡൽ. ഞാൻ എൻ്റെ പഴയ നെറ്റ്ലിങ്ക് മോഡൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഡുവൽ ബാൻഡ് മോഡാക്കി മാറ്റിയെന്ന് വെച്ചാൽ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. 100-150 മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡുവൽ ബാൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ച്വലി അതിൻ്റെ വോൾട്ടേജും മാറിലൊക്കെ മാറിയിട്ടുണ്ട്. 2 ആംപിയറിൻ്റെ ആയിരുന്നു. പണ്ടത്തെ നമ്മുടെ നെറ്റ്ലിങ്ങിൻ്റെ മോഡൊക്കെ 1 ആംപിയറിൻ്റെ ചാർജറായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് 3 ആംപിയർ വരെ സപ്പോർട്ട് വരുന്ന സാധനമാണ്. 4000 mAh അതിൽ ഉണ്ടാവുള്ളൂ. അതിൽ അവർ MAH ഡീറ്റെയിൽസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും 4000-ന്റെ താഴെ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ മാക്സിമം കിട്ടിയ ഭാഗ്യം. അത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ താഴെ നോക്കും. ഞാൻ അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ മോഡൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മോഡത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ഇത് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ റൂട്ടർ UPS ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഇതാണ് നമ്മുടെ പുതിയ നെറ്റ്ലിങ്കിൻ്റെ മോഡം. അപ്പോൾ ഇത് ഞാൻ കുത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് മോഡൽ ഇതിലേക്കാണ് പോയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നമുക്ക് അതിലേക്ക് കുത്തണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലിപ്പോൾ പവർ ഔട്ട്പുട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇൻബിൽഡ് ചാർജിൽ കൂടെയാണ് നമുക്കിതിപ്പോൾ ചാർജ് ആവണില്ല. മോഡം ഓണായി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡുവൽ ബാൻഡ് എൻ്റെ നെറ്റ്ലിങ്കിൻ്റെ പുതിയ മോഡാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ പവർ ബാക്കപ്പ് ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് USB പോർട്ടൊക്കെ വരുന്നൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നത് 1500 താഴെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചാൽ മതി. 1000 രൂപയുടെ താഴെ ഈ സാധനത്തിലേക്ക് പോയാൽ മതിട്ടാ. അപ്പോൾ ഇത് ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല പവർഫുൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഓണായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ കറണ്ട് പോയാലും ഇനിയിപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി സാധനം 0 lag. ഞാൻ ഓൾറെഡി പറഞ്ഞത് മുമ്പ് ഞാൻ നോക്കിയിട്ടാണ് ഓൾറെഡി പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ബോക്സ് ഞാൻ നിങ്ങളുടെ മുമ്പിലെല്ലാം അൺബോക്സ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഈ മോഡലാണ് കേട്ടോ, ആർട്ടിസ്റ്റിൻ്റെ. ഇത് ഒരു ബഡ്ജറ്റ് കാറ്റഗറി 1500 രൂപ ഇല്ലാത്തവർ മാത്രം ഈ സാധനം വാങ്ങിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ സാധനം പുറത്തിലേക്ക് പോയാൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇത് ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല സപ്പോർട്ടും കിട്ടും. ഈ സാധനം എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് UPS ആയതുകൊണ്ട് തന്നെ ഒരു 1-2 കൊല്ലമൊക്കെ ആകുമ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 2-3 കൊല്ലം 2 കൊല്ലമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ ഈ ബ്രാൻഡ് ഉണ്ടാവുന്ന സംശയമാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റോ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം അവരെ ആമസോൺ സപ്പോർട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും കുറേ 2-3 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഈ സാധനത്തിൻ്റെ ഭാവി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണം കാരണം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. ഒരു 500 രൂപ ഡിഫറൻസ് വരുന്നുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് സ്പെസിഫൈഡ് എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതും ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇതും വർക്കിംഗ് ആണ്, ഇഷ്യൂസും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാം. ഞാൻ എന്തായാലും രണ്ടെണ്ണത്തിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വിളിക്കുന്നത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കാൻ വിളിക്കുന്നത് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.